ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലോ, ഞാൻ 2 ചിക്കൻ ലെഗ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഐറ്റത്തിൻ്റെ പേര് ഗ്രീൻ ചില്ലി ചിക്കൻ ലെഗ് പീസ് ഗ്രിൽഡ്, അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി ഗ്രിൽഡ് ചിക്കൻ ലെഗ് പീസ്. നമ്മൾ ഇതിനകത്ത് അധികം മസാല ഒന്നും ചേർക്കുന്നില്ല, മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. പ്രധാനമായിട്ടും നമ്മൾ ചേർക്കുന്നത് പച്ചമുളക്, ഗ്രീൻ ചില്ലിയാണ്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണയും ഒരല്പം കുരുമുളക് പൊടിയാണ് നമ്മളിന്ന് ചേർക്കാൻ പോകുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ മെയിൻ. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നമ്മളിത് OTG ഓവനിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഇതേപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ട്, കണ്ടില്ലേ നമ്മളിങ്ങനെ വറക്കുന്ന പോലെ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന പോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ട് നമ്മളിതിനകത്ത് ഉപ്പ് തേച്ച് പിടിപ്പിക്കണം. നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുമല്ലേ, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല, ഗ്രില്ല് ചെയ്യുമ്പോൾ അതങ്ങ് പാകമായിട്ട് വന്നോളൂ. അപ്പം നമ്മൾ ആദ്യം ഈ ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ട്, ഇത് തൊലിയോട് കൂടിയ ചിക്കൻ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉപ്പൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാ മടക്കിലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് ഉപ്പ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കൂടി പോകുന്ന പേടിക്കണ്ട, നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. നന്നായിട്ട് ആദ്യം ഉപ്പ് തേച്ച് പിടിപ്പിക്കുക 2 ലെഗ് പീസിൽ. ഉപ്പ് തേച്ച് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെച്ചേക്കണം. അതിനുശേഷം മാത്രം ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ തേച്ച് ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗ്രീൻ ചില്ലി, പച്ചമുളക് ഞാൻ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ചിക്കൻ എത്രയാണോ അതിനനുസരിച്ച് മുളക് എടുത്താൽ മതി. നമുക്ക് നമ്മുടെ എരിവ് അനുസരിച്ച്, അതായത് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഗ്രീൻ ചില്ലിയുടെ എരിവാണ് അതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുളക് എടുക്കുക. അപ്പോൾ മുളക് ചതച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതോ പേസ്റ്റ് ചെയ്ത് വേണമെങ്കിലാവാം കേട്ടോ. അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇത് ഏകദേശം ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കുക. ഇനി ഈ കൂട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗ്രിൽഡ് ചിക്കൻ ലെഗ് പീസിൻ്റെ പ്രധാനപ്പെട്ട മസാല കേട്ടോ. നമ്മൾ ഇതിനകത്ത് മറ്റൊന്നും ചേർക്കുന്നില്ല. വെരി സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനുള്ള താമസമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചിക്കൻ ഏകദേശം 5 മിനിറ്റോളം ഉപ്പൊക്കെ തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കാണും. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മസാല കൂട്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. എല്ലാ വശത്തും നന്നായിട്ട് ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കാം. ആ ചിക്കൻ്റെ ആ ഫ്ലേവറൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് മസാലയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ. അകത്തും പുറത്തും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മളിതേ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് ഇരിക്കണം. ആ മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിച്ച് വരണം. അതിനുശേഷം മാത്രം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ അത് ഏകദേശം ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം, ഏകദേശം 1 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓവനിലോട്ട് വെക്കുവാണ്. ഞാൻ പ്രീ ഹീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്കതിലേക്ക് ഈ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഞാൻ ചിക്കൻ പീസസ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓവൻ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇത് ഏകദേശം 1 മണിക്കൂറോളം നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഞാൻ ആദ്യം ബേഗൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലാണ് വെക്കുന്നത്. അപ്പോൾ മേളിൽ നിന്നും താഴെ നിന്നൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ചൂട് വരും. അപ്പോൾ അതിനകത്ത് 12 മിനിറ്റ് ഓൾറെഡി സെറ്റാണ്. ഞാനത് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. സമയം തീർന്നതിന് ശേഷം നമുക്കിതൊന്നും കൂടി തിരിച്ചിട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് സോസ് കൂടി തേച്ച് കൊടുക്കാനുണ്ട്. ഇത് ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അതിലേക്ക് കുറച്ച് ഡാർക്ക് സോസും കൂടി ഞാൻ മിക്സ് ചെയ്യുവാണ്, ഒരല്പം മാത്രം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ സോസ് ഇതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. 2 ചിക്കനും അതേപോലെ തന്നെ നമുക്ക് ഈ സോസ് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. സോസ് തേച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. പുറത്ത് നല്ല മഴയുണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടാവും. ഇനി ഈ വശത്ത് കൂടി നമുക്ക് സോസ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഒന്നും കൂടി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്കിത് അടച്ചിട്ട് ഇനി ഒരു അരമണിക്കൂറും കൂടി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ട്. ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇതേ താഴെ ട്രെയിൽ കിടപ്പുണ്ട് കേട്ടോ. നന്നായിട്ട് ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കൂടി അതൊന്ന് മൊരിഞ്ഞ് വരണം നമുക്ക്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 വശത്തും കുറച്ച് നാരങ്ങ നീര് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഏത് കറിയുടെയും എന്ത് ചെയ്താലും നമുക്കൊരു ഉപ്പ്, പുളി, എരി ഇത് 3ആണല്ലോ കറക്റ്റായിട്ട് വേണ്ടത്. അത് 3ഉം കൃത്യമായിട്ടുണ്ടെങ്കിൽ ഏത് കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുളിക്ക് വേണ്ടി നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഇതിനകത്തേക്ക് തേച്ച് കൊടുക്കാം. 2 വശം തേക്കണം കേട്ടോ. തിരിച്ചിട്ടിട്ട് നമുക്ക് നാരങ്ങ നീര് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശത്ത് നമുക്ക് നാരങ്ങ നീര് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 12 മിനിറ്റ് കൂടി നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ്റെ സമയം തീരാറായിട്ടുണ്ട്. ഇത് കൃത്യം 1 മണിക്കൂർ വേണം കേട്ടോ. നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് മുരിച്ചെടുക്കണം, എന്നാലേ ആ ഒരു കറക്റ്റ് വേവ് കറക്റ്റ് ആവത്തുള്ളൂ. കൃത്യം 1 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ അതേ സമയം നമ്മുടെ തീരാറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ എടുക്കാറായി. ഇതേ നമ്മുടെ ചിക്കൻ എടുക്കാറായിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. നല്ലൊരു മണം കേട്ടോ, നല്ല ചൂടുണ്ട്. നമ്മുടെ ചിക്കൻ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രീൻ ചില്ലി ഗ്രിൽഡ് ചിക്കൻ ലെഗ് പീസ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ അധികം മസാല ഒന്നും ചേർക്കാത്തത് കൊണ്ട് ചിക്കൻ്റെ ആ ടേസ്റ്റ് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചില്ലി ഗ്രിൽഡ് ചിക്കൻ ലെഗ് പീസ് തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ മണം കേട്ടോ. നല്ല ചിക്കൻ്റെ ഫ്ലേവർ നമുക്ക് അതേപോലെ തന്നെ കിട്ടും. നമ്മൾ ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ല. എരിവും പുളിയും ഉപ്പും മാത്രമേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. ആ ഒരു ഫ്ലേവർ മാത്രമേ നമുക്ക് കിട്ടൂ. എല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.